പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ കോമഡി സിനിമകളുണ്ട്. കോമഡി മാത്രമല്ല, അദ്ദേഹം നല്ല എന്താ പറയുക ക്ലാസ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും ഒരുപാട് ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള ചുരുക്കം ചില മലയാളി സംവിധായകരാണ്. കാരണം അത്രയധികം സിനിമകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കറിയാം, പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തിയിൽ അങ്ങ് തുടങ്ങി ഇപ്പോൾ റീസെൻ്റായിട്ട് അക്ഷയ് കുമാറിനെയും സൈഫ് അലി ഖാനെയും വെച്ചിട്ട് നമ്മുടെ ഒപ്പം സിനിമയുടെ റീമേക്ക് ചെയ്യുന്നു. അതുവരെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജേണി. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം അദ്ദേഹം ഒരു അതിന് മുമ്പ് നമ്മുടെ അർഷദ് വാർസി എന്ന് പറയുന്ന നടൻ പ്രിയദർശൻ്റെ ഒരു സിനിമയെക്കുറിച്ച് അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ, അതായത് നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കിനെ കുറിച്ചിട്ട് ഹൽച്ചൽ എന്നാണ് പേര്, ആ ഒരു സിനിമയെ കുറിച്ചിട്ട് ഒരു പരാമർശം. അത് കുറേ മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ അടുത്ത് പ്രിയദർശൻ അതിനൊരു മറുപടിയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം അദ്ദേഹം പറഞ്ഞു. അതായത് അർഷദ് വാർസി പറഞ്ഞത്, ആ ഒരു സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ അന്ന് ഹിറ്റ് മേക്കറാണ് പ്രിയദർശൻ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ റാംജി റാവ് സ്പീക്കിങ്ങിൻ്റെ റീമേക്ക് ഹേരാഫേരി എന്ന് പറയുന്ന സിനിമ, അതിൽ അക്ഷയ് കുമാറും നമ്മുടെ ഇവരൊക്കെ സുനിൽ ഷെട്ടിയും ഇവരൊക്കെ ഉള്ള ഒരു സിനിമ, ആ ഒരു സിനിമയിൽ അതുപോലത്തെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷേ എനിക്ക് ആ ഒരു സിനിമ തൃപ്തിയായില്ല. ആ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു ശരിക്കും. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അർഷദ് വാർസിക്ക് ഒരുപാട് കയ്യടി കിട്ടിയ ഒരു റോള് തന്നെ, നമ്മുടെ ജഗദീഷ് ചെയ്ത ആ റോളായിരുന്നു അതിൽ അർഷദ് വാർസി ചെയ്തത്. പക്ഷേ അതിൽ എന്താ പറയുക, അദ്ദേഹം തൃപ്തിയായില്ല. പിന്നെ അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് വരെ അദ്ദേഹം എന്തോ ഒരു പരാമർശം വരെ അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ അത് പ്രിയദർശന് ഒരു വളരെ വിഷമമുണ്ടായി. പ്രിയദർശൻ പറയാം, ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. ഇപ്പം എന്തുകൊണ്ട് അദ്ദേഹം അത് പറയുന്നു എന്നറിയില്ല എന്നൊക്കെ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചയൊക്കെ വന്നപ്പോൾ പ്രിയദർശനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ കുറേ കമൻസുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിൽ പ്രിയദർശൻ്റെ പഴയ കുറച്ച് ഇൻ്റർവ്യൂസിൻ്റെ കുറച്ച് റീൽസ്, ഹിന്ദി സിനിമകളെ കുറിച്ച്, ഹിന്ദി സിനിമ, അതായത് പ്രിയദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം പ്രിയദർശൻ ആ ഒരു ജേണിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് പോയിട്ട് മലയാളത്തിലെ റീമേക്കുകൾ തന്നെ, അതായത് മലയാള സിനിമയുടെ പല റീമേക്കുകളും തന്നെയാണ് അദ്ദേഹം അവിടെ ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുള്ളത്. അതിൽ പരാജയപ്പെട്ടതുമുണ്ട്. പക്ഷേ ആ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു വിജയം തന്നെയായിരുന്നു. അതിൽ കിരീടം എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ സിനിമ അവിടെ ഗർദിഷ് എന്ന് പറഞ്ഞ പേരിലാണ് ആദ്യമായിട്ട് അവിടെ ചെയ്തത്. അത് ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറയുന്ന നിർമ്മാതാവ്, ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ അദ്ദേഹമാണ് ആ ഒരു സിനിമ അവിടെ നിർമ്മിച്ചത്. അപ്പോൾ ഗുഡ് നൈറ്റ് ഫിലിംസ്, ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് അന്ന് ബോംബെയിൽ ഇങ്ങനെ തുടങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ബോംബെയിൽ ഒരുപാട് എന്താ പറയുക ഭയങ്കര പിടിപാടുണ്ട്. അല്ലെങ്കിൽ ബോംബെയിൽ അദ്ദേഹത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബോംബെയിൽ കുറേ സൗകര്യങ്ങൾ കിട്ടും. അപ്പോൾ ഹിന്ദി സിനിമകൾക്ക് ഗുഡ് നൈറ്റ് മോഹന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു സിനിമ ചെയ്ത് അത് ഭയങ്കര ഹിറ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ കിരീടം പോലെയല്ല, അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേറെ കുറച്ച് മാറ്റങ്ങളൊക്കെ പ്രിയദർശൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയദർശൻ്റെ ഒരു ഗുണം നമ്മൾ മറ്റ് ചില റീമേക്സ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കുറച്ച് ഹിന്ദി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തും. ഈ അദ്ദേഹത്തിൻ്റെ ഗർദിഷൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തേന്മാവിൽ കൊമ്പത്ത് റീമേക്ക് ചെയ്തിരുന്നു, അത് അരവിന്ദ് സ്വാമിയാണ് അഭിനയിച്ചത്. പക്ഷേ ആ ഒരു സിനിമ ഫ്ലോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീതി പ്രാവിൻ്റെ ഒരു റീമേക്ക് ചെയ്തു. ആ ഒരു സിനിമയും അവിടെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ നടന്മാർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കര എന്താ പറയുക വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത് പരേഷ് രാവൽ ആയിക്കോട്ടെ, നമ്മുടെ അക്ഷയ് കുമാർ ആയിക്കോട്ടെ, സുനിൽ ഷെട്ടി ആയിക്കോട്ടെ, ഇവരെല്ലാവരും പ്രിയദർശനെ കുറിച്ചിട്ട് എപ്പോഴും എന്താ പറയുക പ്രിയദർശനും കൂടെ വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് എന്നാണ് പറയാറുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലായിക്കോട്ടെ, അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു എങ്ങനെയൊക്കെ ആ ഒരു വേ, അതൊക്കെ ഒരു വല്ലാത്തൊരു കണ്ടു പഠിക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിൻ്റെ എ ബി സി അല്ലെന്നോ ആ പ്രൊഡക്ഷൻ കമ്പനി അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ, അത് പ്രിയദർശനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും അമിതാഭ് ബച്ചൻ്റെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പ്രിയദർശന് പറ്റിയിട്ടില്ല. അപ്പോൾ പ്രിയദർശൻ കുറച്ച് കാലം മുമ്പ് വരെയുള്ള ഇൻ്റർവ്യൂവിൽ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്, അത് എന്നും എൻ്റെ ഒരു ഡ്രീമാണ്, ഞാൻ ഈ എപ്പോഴും സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പലപ്പോഴും നടന്നിട്ടില്ല. കാരണം അതിൻ്റെ തുടക്കകാലത്തുള്ള സിനിമകൾ മുതൽ, അതിൽ നമ്മുടെ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയുടെ റീമേക്ക്, അതും അതിൽ നെടുമുടി വേണു ചെയ്ത റോള്, ആ റോൾ അന്ന് അമിതാഭ് ബച്ചനെയാണ് മനസ്സിൽ ആലോചിച്ചിരുന്നത്. പക്ഷേ അമിതാഭ് ബച്ചന് അന്ന് അസുഖമൊക്കെ വന്നാലും അമിതാഭ് ബച്ചന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ അമിതാഭ് ബച്ചനെ അഭിനയിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഹേരാഫേരിയാണെന്ന് തോന്നുന്നു, അതിലും ഇന്നസെൻ്റ് റോൾ. അതിൽ അതായത് പ്രിയദർശൻ്റെ സിനിമകളെല്ലാം അസാധ്യമായിട്ടുള്ള കോമഡി ആയിരിക്കും. പ്രിയദർശൻ പറയണത്, ഞാനൊരു ഭയങ്കര അമിതാഭ് ബച്ചൻ ഫാനാണ്, അമിതാഭ് ബച്ചനെ പോലെ ഞാൻ ഇത്രയധികം ആരാധിക്കുന്ന ഒരു സ്റ്റാർ ഇല്ല, അമിതാഭ് ബച്ചൻ്റെ സിനിമയ്ക്ക് വേണ്ടി
ഞാൻ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നും ഞാൻ തിയേറ്ററിൽ നിന്ന് ഇടി കൊണ്ടും വീണിട്ടൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ടില്ല. അത്ര എനിക്ക് പ്രാന്തായിരുന്നു അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അമിതാഭ് ബച്ചൻ നമുക്കറിയാം ഒരു ആങ്കറി യങ് മാൻ എന്നൊക്കെ രീതിയിലാണ് അന്ന് അമിതാഭ് ബച്ചൻ വന്നത്. അമിതാഭ് ബച്ചൻ്റെ ഭയങ്കര തീപ്പൊരി ഡയലോഗുകളുള്ള സിനിമകളും അത്തരത്തിലുള്ള സിനിമകളാണ് അമിതാഭ് ബച്ചൻ ചെയ്തിരിക്കുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോളുകൾ. അതായത് നമുക്കൊരു അമിതാഭ് ബച്ചൻ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റാണ്. നമ്മളിവിടെ മമ്മൂട്ടി എങ്ങനെയാണോ അതുപോലെയാണ് അവിടെ അമിതാഭ് ബച്ചൻ. പക്ഷേ പ്രിയദർശൻ പറഞ്ഞത് അമിതാഭ് ബച്ചൻ അസാധ്യമായിട്ട് കോമഡി ടൈമിംഗുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമകളിലെ കോമഡി ക്യാരക്ടേഴ്സ് അമിതാഭ് ബച്ചനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല. മോഹൻലാലിനെ പോലെയാണ് എനിക്കിവിടെ മോഹൻലാൽ എങ്ങനെയാണോ അതുപോലെയാണ് അമിതാഭ് ബച്ചൻ. അത്ര കഴിവാണ്, ഏത് റോളും ചെയ്യാൻ പറ്റും അമിതാഭ് ബച്ചന് എന്നാണ് പ്രിയദർശൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പുറത്ത് പ്രിയദർശൻ അക്ഷയ് കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മോഹൻലാലായിട്ടുള്ള ഒരു ബോണ്ടിങ് പോലെയാണ് എനിക്ക് അവിടെ ചെന്നിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന. അക്ഷയ് കുമാറിൻ്റെ അടുത്ത് എനിക്ക് ആ ഒരു റാപ്പോ അക്ഷയ് കുമാറിനായിട്ടുണ്ട് എന്ന് പ്രിയദർശൻ പറയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും പ്രിയദർശൻ ഉള്ളതായിട്ട് അല്ലെങ്കിൽ പ്രിയദർശൻ്റെ കൂടെ വർക്ക് ചെയ്തവർ ഒരിക്കലും പ്രിയദർശനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലേ. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൂ. കാരണം നമുക്കറിയാം യേശുദാസ് പ്രിയദർശൻ്റെ സിനിമകളൊന്നും അധികം പാടിയിട്ടില്ല. തുടക്കകാലത്തൊക്കെ കുറച്ച് സിനിമകളിൽ യേശുദാസ് പാടിയിട്ടുണ്ട്. പിന്നെ ബോയിങ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആ ഒരു സമയത്ത് എന്തോ ആണ് പ്രിയദർശൻ യേശുദാസിനെ കാണാൻ വേണ്ടി സ്റ്റുഡിയോ പോയപ്പോൾ യേശുദാസ് എന്തോ വെയിറ്റ് ചെയ്യിപ്പിക്കുക, അതോ ഇറക്കി പിടിക്കുക, അങ്ങനെ എന്തോ ഉണ്ടായ ശേഷം പ്രിയദർശൻ്റെ മനസ്സിൽ അതൊരു ഒരു മുറിവ് പോലെ ഏറ്റു. പിന്നീട് പ്രിയദർശൻ്റെ എല്ലാ സിനിമയിലും നമ്മുടെ MG ശ്രീകുമാർ, പ്രിയദർശന സുഹൃത്തായി MG ശ്രീകുമാറാണ് പാടിയിട്ടുള്ളത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം മേഘം എന്ന് പറയുന്ന ഒരു സിനിമയിൽ മാത്രമാണ് യേശുദാസ് പാടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അധികം പാടിയിട്ടില്ല. പിന്നെ ഒക്കെ ഭൂരിപക്ഷം 90%, 95% MG ശ്രീകുമാറാണ്. അപ്പോൾ പക്ഷേ പ്രിയദർശൻ പറയും ഞാൻ യേശുദാസിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, യേശുദാസിനെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യാണ്. പക്ഷേ അത് എപ്പോഴോ അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതങ്ങനെ മനസ്സിൽ കിടന്നത് അങ്ങനെ സംഭവിച്ചു പോയതാണെന്നാണ് പ്രിയദർശൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രിയദർശൻ്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ചിട്ട് പലരും പറയാറുണ്ട്. സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട്. സത്യനന്ദിക്കാട് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമ, നമ്മൾ ഇന്ന് ആ സിനിമ നിങ്ങൾ ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഒരു സിനിമ ലൊക്കേഷനിൽ ശ്രീനിവാസൻ പോകുന്നതും അവിടുത്തെ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ ഒരു തോക്ക് തട്ടിപ്പറിച്ച് ഓടി മതിൽ ചാടി പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതൊരു ഇച്ചിരി ലെങ്തി സീക്വൻസ് ആണ് ശരിക്കും. അത് നമ്മൾ ഇന്ന് കാണുന്ന, പക്ഷെ ആ ഒരു ലെങ്തി സീക്വൻസ് ശരിക്ക് ഈ ഒരു രീതിയിൽ എത്തിച്ചത് പ്രിയദർശനാണ്. കാരണം അന്ന് ഇവർ പ്ലാൻ ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ശ്രീനിവാസൻ മതിൽ ചാടുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് മതിൽ ചാടിയ ശേഷം അവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ ജോണി എന്ന് പറയുന്ന ആ ഒരു തിലകൻ്റെ ഗുണ്ട ക്യാരക്ടർ അവരും രണ്ടുപേരും നിന്നിരുന്നതും അവർ ശ്രീനിവാസനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടുന്നതും അവിടെ തിലകൻ്റെ അടുത്തോട്ട് പോകുന്നതും അങ്ങനെ പോകുന്ന ഒരു ഫണ്ണി സീക്വൻസാണ് ശരിക്കും. അത് പ്രിയദർശൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. ഇതുപോലെ തന്നെ പ്രിയദർശൻ കമലിൻ്റെ ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ഇന്ന് കാണാൻ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള 100-120 ദിവസം ഓടിയൊരു സിനിമയാണ്. അതിലും ഈ പറഞ്ഞ പോലെ കമലും എൻ്റെ റൈറ്റർ രഞ്ജിത്തും ഇവരെല്ലാം ഷിബു ചക്രവർത്തി ഇവരൊക്കെ കൂടി ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ഇവർക്കൊരു സെക്കൻഡ് ഹാഫ് എവിടെയും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ മോഹൻലാൽ ഇവരെ വീട്ടിലോട്ട് വിളിപ്പിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രിയദർശനെയും വിളിപ്പിച്ചിട്ട് പ്രിയദർശൻ ചെറിയൊരു ഐഡിയ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു അവിടുന്ന് അവരുടെ ഒരു ബ്ലോക്ക് മാറിക്കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പ്രിയദർശൻ. അതായത് ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് പോലും പ്രതീക്ഷിക്കാതെ വേറെ ഡയറക്ടേഴ്സിൻ്റെ ഒരുപാട് ഹിറ്റുകളിൽ എന്താ പറയുക ഇതുപോലെ നല്ല കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രിയദർശൻ. പിൻഗാമി എന്ന് പറയുന്ന ഒരു സിനിമ സത്യനാന്തിക്കാണ്ട് റിലീസായ സമയത്ത് അതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് തേന്മാവിൽ കൊമ്പത്ത് എന്ന് പറയുന്ന പ്രിയദർശൻ്റെ ഒരു സിനിമ അവിടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സത്യനാന്തിക്കാടിൻ്റെ പിൻഗാമി ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ പ്രിയദർശൻ അന്ന് സത്യനാന്തിക്കാടിനോട് പറഞ്ഞതാണ് തേന്മാവിൽ കൊമ്പത്ത് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പിൻഗാമി ഇറക്കണ്ട, അത് നിങ്ങളുടെ സിനിമയെ ബാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സത്യനാന്തിക്കാട് അത് കൊണ്ട് ഇറക്കി ആ ഒരു സിനിമ തേന്മാവിൽ കൊമ്പത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഓളത്തിൽ അതങ്ങ് മുങ്ങിപ്പോയി ശരിക്കും. അത് സത്യനാന്തിക്കാട് പിന്നീട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയദർശൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ഇതുപോലെയൊക്കെ കംഫർട്ടബിൾ ആക്കുന്നതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് മണിമലരാജ് പറഞ്ഞ വേറൊരു ഇൻസിഡന്റ് ഉണ്ട്. ഇവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ അറബി ഒട്ടകവും മാധവൻ നായർ എന്ന് പറഞ്ഞ സിനിമയെന്ന് തോന്നുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീനെല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം അസിസ്റ്റന്റ് ഡയറക്ടറോട് പ്രിയദർശൻ ചോദിച്ചു എല്ലാം കഴിഞ്ഞില്ല ഇനി ഒരു ഷോട്ടൊന്നും എടുക്കാനില്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇത് ലൈറ്റിംഗ് എല്ലാം ലൈറ്റപ്പൊക്കെ മാറ്റിക്കോളൂ, നമുക്ക് ഞാൻ പുറത്ത് പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു വേറെ സീനിലേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്താണ് എല്ലാം കഴിഞ്ഞ സമയത്താണ് പ്രിയദർശൻ്റെ അടുത്തുനിന്ന് അസിസ്റ്റന്റ് പറയുന്നത് ഒരു ഷോട്ട് എടുക്കാൻ ബാക്കിയിട്ട്. മണിമലരാജ് പറഞ്ഞു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ വെച്ചിട്ട് ഷൗട്ട് ചെയ്തേനെ. പക്ഷെ പ്രിയദർശൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് അത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മണിമലരാജ് പ്രിയദർശനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു ക്ഷമ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ദേഷ്യം പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മൂഡ് പോകും, എല്ലാവരുടെയും മൂഡ് പോകും, വെറുതെ സമയം പോകും, നമ്മുടെയൊക്കെ എനർജി പോകും, എന്തിനാ വെറുതെ നമുക്കൊരു നെഗറ്റിവിറ്റി, നമുക്ക് പോസിറ്റീവ് ആയാൽ പോരെ എന്ന് പറഞ്ഞ് അത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയദർശൻ. ഈ അടുത്ത ദുരന്തർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ അദ്ദേഹം
പ്രിയദർശൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ആ ഒരു സിനിമ ഹിറ്റായ ശേഷം അതിനെ വളരെയധികം എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ് വരെ പ്രിയദർശൻ ഇട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രേമലു സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്, പ്രിയദർശൻ ആ സിനിമ കണ്ടിറങ്ങി നസ്ലിനെ വളരെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് അവനൊന്ന് വിളിക്കണം, കൺഗ്രാജുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതുപോലത്തെ സിനിമ പ്രിയദർശൻ ചെയ്യുമെന്ന് വെച്ചപ്പോൾ നമ്മൾ ഇനി ഇരുന്ന് ഇതൊക്കെ കാണട്ടെ, ഇനി പിള്ളേർ ചെയ്യട്ടെ, യൂത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക യുവ സംവിധായകരെയും നടന്മാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രിയദർശൻ. ആ ഒരു പ്രിയദർശനെ കുറിച്ചാണ് ഇപ്പോൾ അർഷദ് വാർസി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് അർഷദ് വാർസിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല കമൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഹൽച്ചൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ, അതിൽ അർഷദ് വാർസി ജഗദീഷിൻ്റെ വേഷം ചെയ്തത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.